മലയാളത്തിൻ്റെ മഹാനടനം മമ്മൂക്ക കഴിഞ്ഞ ദിവസം പത്മഭൂഷൺ അവാർഡ് വാങ്ങാനായിട്ട് പോയ കാഴ്ച നമ്മൾ കണ്ടതാണ്. മമ്മൂക്ക അവിടെ ചെന്നിട്ട് നമ്മുടെ നരേന്ദ്രമോദിയെ തൊഴുതുകൊണ്ട് കൂപ്പുകൈ കാണിച്ചുകൊണ്ട് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘിപുത്രം വന്നിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ഇവനെ കാണുന്നതേ വെറുപ്പ് മറപ്പുമാണെന്ന് എനിക്കറിയാം. നരേന്ദ്രമോദിയുടെ എന്ന് പറഞ്ഞിട്ട് മെഴുകുന്ന ഫസൽ കാരാട്ട്. ഹലോ, എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, എന്താ പറയാനുള്ളത് കേട്ടു നോക്കാം. ഇതൊക്കെ എങ്ങനെയാണ് മോദി വിരുദ്ധർ സഹിക്കുക? മമ്മൂട്ടി നമ്മുടെ ഭാരതീയ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് സാക്ഷാൽ നരേന്ദ്രമോദിക്ക് മുന്നിൽ കൂപ്പുകൈകളോടുകൂടി ആദരിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചിരിക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മമ്മൂട്ടിക്ക് ലഭിച്ച ഈ ആദരവിനെ ലോകം മൊത്തം അറിയിച്ചിരിക്കുന്നു തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ ഇവിടെ കുറെ ആള് നരേന്ദ്രമോദി ഇന്ന മതത്തിനെതിരെയാണോ എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, അതൊക്കെ ഏതെങ്കിലും ഇനി വിവേകമുള്ള മലയാളികള് അംഗീകരിക്കോ? നമ്മുടെ പ്രധാനമന്ത്രി എടാ മോനെ ഫസലേ, ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം കാക്കുന്ന ഒരു മനുഷ്യനാണ് പ്രധാനമന്ത്രി. രാഷ്ട്രപതിയും അതേപോലെ തന്നെ ഒരേ പവറിലുള്ള ആളുകളാണ്. അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല കുടുംബത്തിൽ പിറന്ന ഒരാളുടെ ഒരു മഹിമയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷണമാണ്. സ്വന്തം അച്ഛനെ അമ്മയെ കാണുമ്പോൾ ബഹുമാനിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മളുടെ മുകളിലിരിക്കുന്ന നമ്മുടെ രാജ്യം കാക്കുന്ന ആളുകളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു അന്തസ്സാണ്. അപ്പം മമ്മൂക്ക അവിടെ ചെന്നിട്ട് ആ അന്തസ്സ് കാണിച്ചതാണ്, അല്ലാതെ നരേന്ദ്രമോദിയുടെ കാല് കഴുകി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ആ മനുഷ്യൻ പോയത്. പിന്നെ നീ വലിയ ത്യാഗം ചെയ്തു, നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും രാജ്യവും എല്ലാം വലിയ ത്യാഗം ചെയ്ത് മമ്മൂക്കയെ ആദരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് ത്യാഗമാണ്! അയാൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട അംഗീകാരമാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുത്തൻ്റെയും മുൻപിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുകയോ അടിമയെ പോലെ നിൽക്കുകയോ ഇവന്മാരുടെ മെഴുകലുകളിൽ വീണു പോവുകയോ ഇവന്മാർ പറയുന്നിടത്തൊന്നും അങ്ങോട്ട് ചാടടാ ഇങ്ങോട്ട് ചാടടാ എന്ന് പറയുമ്പോൾ അതിനൊപ്പം നിൽക്കാത്തത് കൊണ്ടുമൊക്കെയാണ് അയാൾക്ക് ഈ പറയുന്ന പുരസ്കാരം അല്ലെങ്കിൽ ഈ പറയുന്ന ആദരവ് കിട്ടാൻ ഇത്രയും കാലമെടുത്തത്. കഴിവിൻ്റെ അംഗീകാരം തന്നെയാണ്. സ്വന്തം കഴിവ് കൊണ്ട് അയാൾ ഒരുപാട് പൊരുതി നേടിയെടുത്തൊരു വിജയമാണിത്. അതിനെ നീ ഇങ്ങനെ വലിയ സംഖ്യവൽക്കരണമാക്കല്ലേ, വലിയൊരു ത്യാഗമായിട്ട് നരേന്ദ്രമോദി സംഘവും കൊടുത്തു എന്ന് പറയല്ലേ. എത്രയൊക്കെ നീയൊക്കെ മെഴുകിയാലും നിൻ്റെയൊക്കെ ഉള്ളിലുള്ള വർഗീയതയും നിൻ്റെയൊക്കെ ഉള്ളിലുള്ള രാഷ്ട്രീയവും നിൻ്റെയൊക്കെ ഉള്ളിലുള്ള ജാതീയതയും എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നേ. ഇനി ആർക്കും അറിയില്ലെങ്കിൽ അവരെ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. എടാ പോയി വേറെ വല്ല പണിയും ചെയ്ത് ഇറക്കാം. ചുമ്മാ ആവശ്യമില്ലാത്ത ഒരു സാധനം മമ്മൂട്ടി പോയി കൂപ്പയും കൊണ്ട് നിന്നത്രേ. പുച്ഛം മാത്രമേ ഉള്ളൂ. ഇവനെയൊക്കെ കാണുമ്പോൾ നല്ല അടി കൊടുക്കാനാണ് തോന്നുന്നത്. ഇതൊരു തോൽവിയൊക്കെ അല്ലേ, പാവം.